LibreOffice മാത്തിനെ കുറിച്ചുള്ള ശബ്ദ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ പഠിക്കുന്നത് ആൽഫ, ബീറ്റ, തീറ്റ കൂടാതെ പൈ മുതലായ ഗ്രീക്ക് അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എഴുതാനുള്ള ഘട്ടങ്ങളിൽ ബ്രാക്കറ്റുകൾ പരിഹാരത്തിനായി എഴുതാൻ മാത്ത് ഉപയോഗിച്ച് ഗ്രീക്ക് അക്ഷരങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് പഠിക്കാം. ഇതിനായി ഉദാഹരണമായി ആദ്യം റൈറ്റർ ഡോക്യുമെന്റ് തുറക്കുക, അതായത് അവസാന ട്യൂട്ടോറിയലിന് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ mathexample.odt. നമ്മൾ എഴുതിയ ഫോർമുലയിലെ ചാര ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് മാത്ത് ഫോർമുല എഡിറ്ററും കൂടാതെ എലിമെന്റ് വിൻഡോയും കൊണ്ടുവരുന്നു. നമുക്ക് ഫോർമുല എഡിറ്റർ ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് വലതുഭാഗത്തിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്യാം. ഇത് മെച്ചപ്പെട്ട കാഴ്ചയ്ക്കായി റൈറ്റർ വിൻഡോയെ പരമാവധി വലുതാക്കുന്നു. ഇനി ഗ്രീക്ക് അക്ഷരങ്ങളായ ഉദാഹരണത്തിന് ആൽഫ, ബീറ്റ, തീറ്റ, പൈ എന്നിവ സാധാരണ ഗണിതശാസ്ത്ര ഫോർമുലകളിൽ ഉൾപ്പെടുന്നതാണെന്ന് കാണാം. പക്ഷേ നമ്മൾ ഇവ എലിമെന്റ് വിൻഡോയിൽ കണ്ടെത്തുകയില്ല. നമുക്ക് അവ നേരിട്ട് എഴുതാം. അതിന് പെർസെന്റേജ് ചിഹ്നം കഴിഞ്ഞ് പേര് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് സാധിക്കും. ഉദാഹരണത്തിന് പൈ എഴുതാൻ നമ്മൾ അനായാസമായ %പൈ എന്ന ഫോർമുല എഡിറ്ററിൽ ടൈപ്പ് ചെയ്യും. ചെറിയ അക്ഷരത്തിൽ വലുതും എഴുതാൻ അക്ഷരം ചെറിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് ചെറിയ അക്ഷരത്തിൽ എഴുതാൻ %ആൽഫ അല്ലെങ്കിൽ %ബീറ്റ എന്ന തരത്തിൽ എഴുതുക. വലിയ അക്ഷരത്തിലുള്ള ഒന്ന് എഴുതാൻ അവ വലിയ അക്ഷരത്തിൽ എഴുതുക. വലിയ അക്ഷരത്തിൽ ഗാമ എഴുതാൻ %ഗാമ അല്ലെങ്കിൽ %തീറ്റ എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രീക്ക് അക്ഷരങ്ങൾ എഴുതാനുള്ള മറ്റൊരു മാർഗം ടൂൾസ് മെനുവിൽ നിന്ന് കാറ്റലോഗ് ഉപയോഗിക്കുകയാണ്. ചിഹ്നങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഗ്രീക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് പട്ടികയിലെ ഗ്രീക്ക് അക്ഷരത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഗ്രീക്കിനുള്ള മാർക്കപ്പ് ആൽഫ എന്നാണെന്നും അവ പട്ടികയിൽ താഴെ പ്രദർശിപ്പിച്ചിരിക്കുമെന്നും ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ ഗ്രീക്ക് അക്ഷരത്തെ ഒരു ഫോർമുലയിലേക്ക് കൊണ്ടുവരിക. മറ്റ് ഗ്രീക്ക് അക്ഷരങ്ങൾക്കായി മാർക്കപ്പ് അറിയാൻ ചിഹ്നങ്ങളുടെ കാറ്റലോഗ് കാണുക. നമ്മുടെ ഫോർമുലയിൽ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ഇനി പഠിക്കാം. മാത്തിന് ഒരു ഫോർമുലയിലെ ഒരു ഓപ്പറേഷൻ ക്രമം അറിയില്ല. ഓപ്പറേഷൻ ക്രമം പറയാൻ നമുക്ക് അപ്പോൾ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ആഡ് x and y then divided by 5 by the result എന്ന് എഴുതുക. നമുക്ക് 5/x plus y എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമ്മൾ എന്താണ് ശരിക്കും എഴുതേണ്ടത് എന്ന് കാണണ്ടേ? ഇല്ല, നമുക്ക് ആദ്യം xഉം yയും ആദ്യം ചേർക്കണം. തുടർന്ന് xനും yക്കും വളഞ്ഞ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് സാധിക്കും. മാർക്കപ്പ് ടൂളുകൾ 5/x plus y in curly brackets. അതിനാൽ ഒരു ഫോർമുലയുടെ ക്രമം നിശ്ചയിക്കാൻ ബ്രാക്കറ്റ് ഉപയോഗിക്കുമ്പോൾ സാധിക്കും. നമുക്ക് മുകളിലുള്ള സേവ് തിരഞ്ഞെടുത്തുകൊണ്ട് ഫയൽ മെനു ഉപയോഗിച്ച് വർക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഉത്തരം കണ്ടെത്താനായി ഘട്ടങ്ങൾ എഴുതാം. നമ്മൾ Ctrl+Enter അമർത്തിക്കൊണ്ട് റൈറ്റർ ഡോക്യുമെന്റിന്റെ പുതിയൊരു പേജിലേക്ക് പോകും. നമുക്ക് ടൈപ്പ് ചെയ്യാം സോൾവിംഗ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്നിട്ട് മാത്തിനെ ഇൻസേർട്ട് ഓബ്ജക്റ്റ് ഫോർമുല മെനുവിൽ വിളിക്കുക. ഞാൻ ഇതിനോടകം തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞു. സമയം ലാഭിക്കാൻ ഞാൻ അവ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതിനാൽ ഇവിടെ നമ്മൾ പരിഹരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ x² - 7 x plus 3 = 0. ഇത് പരിഹരിക്കാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ
a എന്നത് സ്ക്വയർ ടേമിന്റെയാണ്, b എന്നത് x ടേമിന്റെ അനുബന്ധമാണ്, കൂടാതെ c സ്ഥിരവുമാണ്. കൂടാതെ നമുക്ക് ഈ ഇക്വേഷൻ പരിഹരിക്കാൻ 1ന് a, -7ന് b, കൂടാതെ 3ന് c എന്നിങ്ങനെയുള്ള ഒരു ഫോർമുല ഉണ്ടാക്കി നോക്കാം. അതിനാൽ നമ്മൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മാർക്കപ്പ് എഴുതുക. ആദ്യം നമ്മൾ മാത്തിനെ ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഫോർമുല മെനുവിൽ നിന്ന് വിളിക്കും. ഫോർമാറ്റ് എഡിറ്റർ വിൻഡോയിൽ നമുക്ക് താഴെ കാണുന്നത് പോലെ മാർക്കപ്പ് എഴുതുക. x സ്ക്വയർഡ് -7 × +3 = 0. മെച്ചപ്പെട്ട വായനാക്ഷമതയ്ക്ക് നമുക്ക് പുതിയ വരികൾക്കിടെ ഒഴിഞ്ഞ വരികൾ നൽകാം. എന്റർ അമർത്തി ക്വാഡ്രാറ്റിക് ഫോർമുല ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. ഒരു സങ്കീർണമായ ഫോർമുലയെ അതിന്റെ ആന്തരികമായ ഘടകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭാഗങ്ങളാക്കി വ്യാഖ്യാനിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൂടാതെ നമുക്ക് ഈ ഘടകങ്ങളെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്യാം. അതിനാൽ നമ്മൾ ആദ്യം അതിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങാം. മാത്രമല്ല മാർക്കപ്പ് എന്നത് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർഡ് -4ac എന്നത് വളഞ്ഞ ബ്രാക്കറ്റിലും ആണ്. അടുത്തതായി നമ്മൾ -b +/ എന്ന് മുകളിലെ എക്സ്പ്രഷനോടൊപ്പം ചേർക്കും എന്ന് മാത്രമല്ല വളഞ്ഞ ബ്രാക്കറ്റിനകത്ത് ഇടുകയും ചെയ്യും. നമ്മൾ മുകളിലെ എക്സ്പ്രഷന് ഒരു ന്യൂമറേറ്റർ ആക്കി മാറ്റുക മറ്റൊരു ജോഡി വളഞ്ഞ ബ്രാക്കറ്റുകൾ ഇട്ടുകൊണ്ട് ആണ്. എക്സ്പ്രഷനിലേക്ക് ഓവർ 2a എന്ന് ചേർക്കുക. അവസാനം ആരംഭത്തിൽ x ഈക്വൽസ് എന്ന് ചേർക്കുക. ഈക്വൽ ടു ചിഹ്നത്തിന് ചുറ്റും 2 നീണ്ട വിടവുകൾ ഉണ്ടാകും. മാത്രമല്ല അതിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്. ഇങ്ങനെയാണ് ഒരു ഫോർമുലയെ ഘട്ടം ഘട്ടമായി നമ്മൾ പൊളിച്ച് എഴുതുക. അടുത്തതായി നമുക്ക് ഫോർമുല എഡിറ്റർ വിൻഡോയിൽ ബാക്കി പാഠം ടൈപ്പ് ചെയ്യുക. where a is the coefficient of the x squared term, b is the coefficient of the x term, c is the constant എന്നതിനെ തുടർന്ന് പുതിയൊരു വരി ഇടുക. തരം ചേർക്കുക. We can solve the equation by substituting 1 for a, -7 for b, 3 for c എന്നത് കഴിഞ്ഞ് പുതിയ 2 വരികൾ ഇടുക. പകരം വയ്ക്കലിന് ശേഷമുള്ള മാർക്കപ്പ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അതിനാൽ ഇക്വേഷനിൽ നമ്മൾ പാരാന്തസിസുകൾ ഉപയോഗിച്ച് അക്കങ്ങൾക്ക് പകരം വച്ചിരിക്കുന്നു. ശരി, നിങ്ങൾക്കുള്ള ജോലി ഇതാ. മുകളിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പരിഹരിച്ചുകൊണ്ട് ബാക്കി ഘട്ടങ്ങൾ പൂർത്തിയാക്കുക. 2 ഫലങ്ങളും വേറെ കാണിക്കുക. അലൈൻമെന്റുകളും സ്പേസിംഗുകളും മാറ്റിക്കൊണ്ട് ഫോർമാറ്റ് ചെയ്യുക. നീണ്ട വിടവുകളും പുതിയ വരികളും ആവശ്യമുള്ളിടത്തെല്ലാം നൽകുക. താഴെ കാണുന്ന ഫോർമുല എഴുതുക. പൈ ഈസ് സിമിലർ ഓർ ഈക്വൽ ടു 3.14159. ഇതോടെ ലിബ്രെഓഫീസ് മാത്തിൽ ഗ്രീക്ക് അക്ഷരങ്ങളും ബ്രാക്കറ്റുകളും ഇക്വേഷനുകളും ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നത് സംബന്ധിച്ച ട്യൂട്ടോറിയൽ അവസാനിച്ചു. ചുരുക്കത്തിൽ നമ്മൾ താഴെ കാണുന്ന ശീർഷകങ്ങൾ പഠിച്ചു. ആൽഫ, ബീറ്റ, തീറ്റ, പൈ എന്നീ ഗ്രീക്ക് അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പരിഹരിക്കാൻ ബ്രാക്കറ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ? ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ശബ്ദ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ്. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഇന്ത്യൻ സർക്കാരാണ് ഇതിന് ആവശ്യമായ പിന്തുണ നൽകുന്നത്. ഈ പ്രോജക്റ്റ് സംഘടിപ്പിച്ചത് spoken-tutorial.org. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് സജിലയാണ്. നന്ദി.